ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AB ക്രിയേഷൻസിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് ഫോട്ടോ എഡിറ്റിംഗ് ആപ്സ് ഒക്കെയാണ്. അപ്പോൾ നേരെ വീഡിയോ കിടക്കുന്ന എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ജസ്റ്റ് ഒന്ന് എന്നെ വിളിക്കുക, ഞാൻ ഉള്ളിൽ കിട്ടാതെ. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു എഡിറ്ററാണ്. അപ്പോൾ ഇതിൽ കുറേ രീതിയിലുള്ള ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ചില ഫീച്ചേഴ്സൊക്കെ ഈ അഡോബ് ഐഡിയ ആയിട്ട് സൈൻ ഇൻ ചെയ്താൽ മാത്രമേ കിട്ടുന്നുള്ളൂ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഡൗൺലോഡ് ചെയ്യാനുള്ളത്. നമ്മുടെ രണ്ടാമത്തെ എഡിറ്റർ എന്ന് പറയുന്നത് പിക്സാർട്ട് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ എഡിറ്ററാണ്. എല്ലാവർക്കും അറിയാം, യൂട്യൂബ് തംബ്നെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു ആപ്പാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ പിക്സാർട്ട് ക്യാമറ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാൻ തന്നെ നമുക്ക് ലൈവായിട്ട് എഫക്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ YouCam. അപ്പോൾ ഇതിലെ ക്യാമറ എഫക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും. എന്നാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിലും കുറേ രീതിയിലുള്ള ഫോട്ടോ എഡിറ്റേഴ്സ് ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിത്തിൻ സെക്കൻഡ്സ് വി ക്യാൻ എഡിറ്റ് പിക്ചേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് കളർ, ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ, ബാക്ക്ഗ്രൗണ്ട് കളർ അഡ്ജസ്റ്റ്മെൻറ്റ്, ക്രോപ്പ്, ക്ലോൺ, അങ്ങനെ കുറേ രീതിയിലുള്ള ടൂൾസും ഇതിലുണ്ട്. കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ റീഷേപ്പിംഗ് ഫേസ്, അങ്ങനെ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പറയാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ജസ്റ്റ് ഒന്ന് വിളിക്കുക. നേരെ അടുത്തൊരു വീഡിയോ ആണെങ്കിലും സീ യു.